Hallo Leute, guten Morgen. Guten Morgen. Hello, guten Morgen. Mm. Okay, so let's start with today's session. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരുന്നത് ബെസോന്തര കണക്ടോറൻ എന്ന് പറഞ്ഞ ടോപ്പിക് ആയിരുന്നു. എന്തായിരുന്നു ബെസോന്തര എന്നുള്ളതിന്റെ മീനിങ്? Special connectors. വെരി ഗുഡ്. സ്പെഷ്യൽ കണക്ടേഴ്സ്. നമ്മൾ ഒരുപാട് ബെസോന്തര കണക്ടേഴ്സ് നോക്കി. ആൻഡ് എന്തായിരുന്നു ബെസോന്തര കണക്ടേഴ്സ് വരുമ്പോഴുള്ള റൂൾ എന്തായിരുന്നു? Second sentence change ആവും. എങ്ങനെ? Last positionലേക്ക് പോകും. Verb ആരും- ലാസ്റ്റിൽ. വേർബ് സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കേണ്ട Second വേർബ് ലാസ്റ്റിലേക്ക് പോകും. എങ്ങനെ പോവും? Conjugation form. കോൺജുഗേറ്റഡ് ഫോമിൽ പോകും. ഇനി ഇൻ കേസ് നമ്മൾ ബെസോന്തര കണക്ടർ വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? അപ്പൊ രണ്ട് verb ഒരുമിച്ച് വരും ഇടയില്. രണ്ട് സെന്റൻസിലെ വേർബും ഒരുമിച്ച് വരണം. അതായത് ഫസ്റ്റ് സെന്റൻസിലെ വേർബ് ഫസ്റ്റ് സെന്റൻസിന്റെ എൻഡിൽ കോൺജുഗേറ്റഡ് ഫോമിലും, അതുപോലെ തന്നെ സെക്കൻഡ് സെന്റൻസിലെ വേർബ് സെക്കൻഡ് സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ കോൺജുഗേറ്റഡ് ഫോമിലും വരണം. ദാറ്റ് ഈസ് വേബ് റൂൾ ആണ് നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത്. ഇത് കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വല്ല ഡൗട്ട്സ് ഉണ്ടോ ലാസ്റ്റ് സെഷനിലെ ടോപ്പിക്കിൽ നിന്ന്? ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? ഇല്ല. Okay, fine. So let's get into today's session. Please wait. Let me share my screen. Okay. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് വേവ് ഫ്രാഗ വാട്ടർ ആസ് ബെസുന്തര കണക്ടോറൻ. വേവ് ഫ്രാഗ വാട്ടേഴ്സ്. നമ്മൾ ഒരുപാട് വേവ് ഫ്രാഗ വാട്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വേവ് ഫ്രാഗ വാട്ടർ? വേവ് ഫ്രാഗ വാട്ടർ. WH questions. WH ക്വസ്റ്റ്യൻ വേർഡ്സിനായിരുന്നു നമ്മൾ വേവ് ഫ്രാഗ വാട്ടർ എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്കറിയാം ഇംഗ്ലീഷിലായാലും വേവ് ഫ്രാഗ ദാറ്റ് ഈസ് WH ക്വസ്റ്റ്യൻസ് നമ്മൾ കണക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ താഴെ കൊടുത്ത സെന്റൻസ് തന്നെ നോക്കാം. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ലേൺ. അല്ലെങ്കിൽ മൈ മദർ ആസ്ക്ഡ് മീ വേർ ഐ ആം ഗോയിങ്. ഇവിടെ വാട്ട്, വേർ എന്നുള്ളതൊക്കെ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് സെന്റൻസിനെയും കണക്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. സോ സംടൈംസ് നമ്മുടെ ഈ WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേവ് ഫ്രാഗ വാട്ടർ ക്യാൻ എന്തായി മാറാം? കണക്ടർ ആയിട്ട് മാറാം. ഓക്കെ, സോ ഈ വേവ് ഫ്രാഗ വാട്ടർ ജാമലിൽ കണക്ടർ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ ബെസുന്തര കണക്ടോറിന്റെ സെയിം റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. എന്തായിരുന്നു ബെസുന്തര കണക്ടോറിന്റെ റൂള്? സെക്കൻഡ് സെന്റൻസിൽ ചേഞ്ച് വരും അല്ലെ? അതായത് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യേണ്ട വേർബ് എൻഡിൽ പോകും. ഈ സെയിം റൂൾ ആണ് നമ്മുടെ വേവ് ഫ്രാഗ വാട്ടർ ജാമലില് എന്തായി വരുമ്പം കണക്ടറായി വരുമ്പോൾ വരുന്നത്. ക്ലിയർ ആയോ? വെരി സിമ്പിൾ. വേവ് ഫ്രാഗ വാട്ടേഴ്സ് നമ്മൾ കണക്ടറായിട്ട് യൂസ് ചെയ്യും. അത് കണക്ടറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബെസുന്തര കണക്ടോറിന്റെ സെയിം റൂൾ ആണ് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ കൊടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ലേൺ എന്നാണ് പറയുന്നത്. ഇവിടെ ടു നോ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് വിസൺ എന്നുള്ള വേർബാണ്, വിസൺ. പിന്നെ ലേണിന് നമ്മൾ ഏത് വേർബായിരുന്നു യൂസ് ചെയ്യാം? ലേൺ. ഇനി നമുക്ക് രണ്ട് സെന്റൻസും സെപ്പറേറ്റ് ആയിട്ടൊന്ന് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഐ ഡോണ്ട് നോ എന്നിങ്ങനെ പറയും. Ich weiß nicht. Ich weiß nicht. To know എന്നുള്ളതിന് ഒരു വേർബും കൂടി ഉണ്ട്. ഏതായിരുന്നു? To know. നമുക്ക് ഫെമിലിയർ ആയ ഒരു വേർബ് ഉണ്ട്. kennen. കേട്ടിട്ടുണ്ടോ? kennen. To know. To know എന്നുള്ളതിന് രണ്ട് വേർബ്സ് ഉണ്ട്, വിസനും കെന്നനും. ചാറ്റ് ബോക്സ് നോക്കാം, സ്പെല്ലിംഗ് കേട്ടുതരാം. വിസനും കെന്നനും ഈ രണ്ട് വേർബും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വിസൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വേർബിന് ശേഷം വേറെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലെങ്കിലാണ്. ഇപ്പൊ ഐ ഡോണ്ട് നോ എന്നുള്ള അടുത്ത് വിസൻ, നോ എന്നുള്ളതിന് ശേഷം വേറെ ഒബ്ജക്റ്റ് ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വിസൻ യൂസ് ചെയ്യും.
അല്ലെങ്കിൽ ഇൻ കേസ് ടു നോ എന്നുള്ള വേർബിന് ശേഷം വേറൊരു ഒബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? എൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ നമ്മുടെ ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോൾ ഇഷ് വൈസ് നിഷ്ട് എന്ന് വരും. ഇനി ഐ ഷുഡ് ലേൺ എന്നുള്ളത് എങ്ങനെയാ വരിക? ഐ ഷുഡ് ലേൺ. Ich soll lernen. ഇഷ് സോൾ ലേണൻ എന്ന് വരും. ഇനി വാട്ട് എന്നുള്ളതിന് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? Was. വാസ് എന്ന് വരും. സോ വാസ് നമ്മൾ കണക്ടർ ആക്കി മാറ്റി. സോ സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന സോൾ എവിടെ പോകും? Endilku. എൻഡിലേക്ക് പോകും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഇഷ് വൈസ് നിഷ്ട് വാസ് ഇഷ് ലേണൻ സോൾ. ഇഷ് വൈസ് നിഷ്ട് വാസ് ഇഷ് ലേണൻ സോൾ. നമ്മളെ ബെസുന്തര കണക്ടറിന്റെ സെയിം റൂൾ വേവ് ഫ്രാഗ് വാട്ടർ കണക്ടറായി വന്നപ്പോൾ ഫോളോ ചെയ്തു. നെക്സ്റ്റ് വൺ is I buy everything what I like. I buy everything what I like എന്നാണ് പറയുന്നത്. ബൈ എന്നുള്ളതിന് നമ്മൾ കൗപ്പൻ യൂസ് ചെയ്യും, എവറിത്തിങ് എന്നുള്ളതിന് അല്ലസ് യൂസ് ചെയ്യും. സോ ഐ ബൈ എവറിത്തിങ് എങ്ങനെ വരും? Ich kaufe alles. Ich kaufe alles എന്ന് വരും. ഐ ലൈക്ക് എന്നുള്ളത് എങ്ങനെ വരും? Ich mag. വെരി സിമ്പിൾ സെന്റൻസ് ആണ്. സോ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ മാറും? Ich kaufe alles was ich mag. ഇവിടെ അല്ലെങ്കിലും വേർബ് എവിടെയാണ്? എൻഡിലാണ്. സോ നിങ്ങൾക്ക് ഓവർ അതിൽ ചിന്തിക്കാനൊന്നുമില്ല. Ich kaufe alles was ich mag എന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് വൺ is we are going to Italy where there is the best pizza എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ടു ഗോ എന്നുള്ള അടുത്ത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാറൻ എന്ന വേർബാണ്. ഇറ്റലി എന്നുള്ളതിന് ഇറ്റാലിയൻ എന്ന് പറയും നമ്മൾ ജർമ്മനിൽ. there is അല്ലെങ്കിൽ there are എന്നൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന verb subject combo ആണ് s gift. ഓക്കെ, there is എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ there are എന്ന് പറയണമെങ്കിൽ s gift എന്നാണ് യൂസ് ചെയ്യുക. The pizza is the pizza itself. Okay, so we are going to Italy എന്നുള്ള എങ്ങനെ വരും? Wir fahren nach Italien. we are fahren nach Italien എന്ന് വരും. ഇനി there is the best pizza എന്നുള്ളത് എങ്ങനെയായിരിക്കും വരിക? Es gibt best. Es gibt die beste Pizza. es gibt the best pizza എന്ന് വരും. സോ നമ്മൾ അത് വോ വേറെ എന്നുള്ളതിന് വോ എന്നല്ലേ ജർമ്മനിൽ പറയാം. സോ വോ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? ഗിഫ്റ്റ്. സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കേണ്ട ഗിഫ്റ്റ് എവിടെ പോവും? എൻഡിൽ പോവും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് we are fahren nach Italien wo es the best pizza gibt എന്ന് വരും. we are fahren nach Italien wo es the best pizza gibt. ഇനി നെക്സ്റ്റ് വൺ ലാസ്റ്റ് എക്സാമ്പിൾ. my father asked me where I was yesterday. സോ ഇങ്ങനെ വരും. ആസ്ക് എന്നുള്ളതിന് നമ്മൾ ഫ്രാഗൻ എന്ന് പറയും. ഇതിന്റെ പാർട്ടിസിപ്പിൾ ആയി ഫോം ആണ് gefragt. സോ my father asked me എന്നുള്ളത് എങ്ങനെ വരും? പാർട്ടിസിപ്പിൾ ആയി Mein Vater hat mich gefragt. my father hat mich gefragt എന്ന് വരും. ഇനി I was yesterday എങ്ങനെ വരും? Ich war gestern. ich war gestern. ഇനി സോറി വേറെ എന്നുള്ളതിന് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? Wo. വോ വരുമ്പോ ആ സെന്റൻസ് എങ്ങനെയായിട്ട് മാറും? സെക്കൻഡ് സെന്റൻസ് Mein Vater hat mich gefragt, wo ich gestern war. mein Vater hat mich gefragt wo ich gestern war എന്നുള്ളത് വരും. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ടോപ്പിക്. നമ്മൾ ഓൾറെഡി ബെസുന്തര കണക്ടോറും പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇത്. ദാറ്റ് ഇസ് വേവ് ഫ്രാഗ് വാട്ടർ. നമ്മൾ കണക്ടർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബെസുന്തര കണക്ടോറിന്റെ സെയിം റൂൾ ഫോളോ ചെയ്യും. ദാറ്റ്സ് സോ ഇത്ര കാര്യം ക്ലിയർ ആണോ? Is it clear? Yeah. Yeah. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ഡു സം എക്സസൈസ് ഫ്രം ദിസ് ടോപ്പിക്. സായി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്ന് ചെയ്തെല്ലാവരും.
പാർട്ടിസിപ്സ് ആയി ഫോം വരുന്ന അവിടെ എല്ലാം ചെക്ക് ചെയ്യുക എവിടെയാണ് വരുന്നത്. ഹെൽപ്പിംഗ് വെർബ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എല്ലാം ചെക്ക് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ.
You guys completed? Done? Completed, or do you need more time? No.
Okay, now completed. Done. Okay, കഴിഞ്ഞാലൊന്ന് പറയാം കേട്ടോ. Yeah.
Okay, what about now? Completed. Last one. Okay, okay. Yeah, completed. Okay, then let's discuss. Okay. So once again, yeah, Arshad, first one. Einen Mann mir gefragt, was seit ist es? Nachdem once again. Einen Mann mir gefragt, was seit es ist. Okay, so first one. A man asked me. Okay, ein Mann. Okay, അതൊരു കറക്റ്റ്. ഗിഫ്രാക്ട് എന്നുള്ളത് ഫ്രാഗൻ എന്നുള്ളതിന്റെ പാർട്ടിസിപ്സ് വൈ ആണ്. അതിന്റെ കൂടെ നമ്മൾ വേറൊരു വെർബും കൂടെ യൂസ് ചെയ്യും. ഏത് വെർബാ യൂസ് ചെയ്യാ? Habe. അപ്പൊ എങ്ങനെയാ വരിക? Ein Mann habe mir മാന്റെ കൂടെ ഹാബൻ എങ്ങനെ വരിക? എർജിയസിന്റെ കൂടെ ഹാബൻ എങ്ങനെയാ വരാറ്? hat. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ. Ein Mann hat mir gefragt. മിയർ അല്ല, അവിടെ മിഷ് ആണ് വരിക. ഫ്രാഗൻ എന്നുള്ളത് എന്തല്ല? ഡാറ്റീവ് വേർബ് അല്ല അല്ലെ? മിഷ്. Ja. Ein Mann hat mich gefragt. ഇനി ബാക്കി. What time is it എന്നുള്ളത് ജർമ്മനിൽ എങ്ങനെയാ ചോദിക്കുക നമ്മൾ ശരിക്ക്? Seit ist es. What was it? Was seit ist es. No. What time is it? ടൈം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു, എനിക്കറിയില്ല. എന്റെ ബാച്ചിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ടൈം ഈസ് ഇറ്റ് എന്ന് നമ്മൾ ചോദിക്കുക. വി സ്പേറ്റ് ഇസ് ദസ് എന്നാണ്. വി സ്പേറ്റ് ഇസ് ദസ്. ലുക്ക് ചാറ്റ് ബോക്സ്. സ്പേറ്റിൽ SP ആ ഉംലൗട്ട് ആണ്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ആ ഉംലൗട്ട്. സോ വി സ്പേറ്റ് ഇസ് ദസ് എന്നാണ് നമ്മൾ ടൈം ചോദിക്കുക. ഇനി ആ വി സ്പേറ്റ് ഇസ് ദസ് വെച്ചിട്ടൊന്ന് ആ സെന്റൻസ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? Yeah. Was. ബാസ് വേണ്ട. വാട്ട് ടൈം ഈസ് ഇറ്റ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? വി സ്പേറ്റ് ഇസ് ദസ്. Wie spät es ist. Yeah, sehr gut. Ein Mann hat mich gefragt, wie spät es ist എന്ന് വരും. Good. ഇനി സെക്കൻഡ് വൺ, നീരജ്. നീരജ്. Ich habe einen Mann geholfen, Okay. wer Brieftasche Okay. Who verloren. lost his wallet എന്നാട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ മിസ്റ്റേക്ക് വന്ന. His wallet എന്നാണ്. So seine, wer seine Brieftasche. Okay.
ബാക്കി Where seine Brieftasche verloren. ഫെർലോറൻ ഫെർലോറൻ. Verloren. ഇനി അവിടെ ഹെൽപ്പിംഗ് വേർബ് വേണ്ടേ? വേണോ വേണ്ടേ? ഹു ലോസ്റ്റ്. ലോസ്റ്റ് എന്ന് വെച്ചാൽ പാസ്റ്റ് അല്ലേ? പാസ്റ്റിൽ നമ്മൾ എങ്ങനെയാ എഴുതുക? പാർട്ടിസിപ്സ് വൈയിൽ എഴുതും അല്ലെങ്കിൽ പാർട്ടിസിപ്സ് പെർഫെക്റ്റിൽ എഴുതും. നമുക്ക് അവിടെ ഹാബനോ സൈനോ വേണം. ഇവിടെ ഹാബനാണ്. Haben wir. നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇംഗ്ലീഷിൽ കണ്ടാൽ തന്നെ ആദ്യം അത് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. പിന്നെ വന്നൊരു മിസ്റ്റേക്ക്, ഇഷ് ഹാബ് ഐൻ മാൻ അല്ല ഐനൻ മാൻ. Eine. Ich habe einen Mann geholfen, der seine Brieftasche verloren hat. Okay, clear? Yeah. Now, third one, Arshad. Ich weiß nicht, was bedeutet es. Verb എവിടെയാ വരിക? bedeuten, to mean. Verb ആണ്. ആ verb എവിടെ പോവും? Ende. Last position. So, എങ്ങനെ വരും? Was es bedeutet. Yeah, ich weiß nicht, was es bedeutet. Yeah. Neeraj, next one. Ich kann vorher sagen, wer die Vorher sagen, vorher sagen, Hmm. wer die Gewinner sein. Okay, wer der Gewinner. Yeah. Okay. Sein, okay. Will be എന്നാണ്. Will എവിടെ പോയി? Who will be the winner? be എന്നുള്ളതിന് sein എന്ന് പറയും. will എന്നുള്ളതിന് ഏത് verb ആയിരുന്നു യൂസ് ചെയ്യുക? Future. Will Will. Future tense ലെ verb ഏതാ? helping verb. Yeah, anyone? Arshad, Neeraj, ആരെങ്കിലും ഒരാൾ പറയൂ. ഫ്യൂച്ചർ ടെൻസിലെ ഹെൽപ്പിംഗ് verb ഏതായിരുന്നു? Weird. Yeah, weird എന്ന് അവിടെ വരും. Werden ആണ് വില്ലിന് പറയാം. Okay. So it will be like kann vorher sagen, wer der Gewinner sein wird. Okay, sein wird. Sein എന്നുള്ളത് ആ സെന്റൻസിലെ മെയിൻ വേർബും weird അല്ലെങ്കിൽ werden എന്നുള്ളത് ആ സെന്റൻസിലെ ഹെൽപ്പിംഗ് വേർബും ആണ്. Wer der Gewinner sein wird എന്ന് വരും. Okay. Next one again, Arshad. Sie hat mich gefragt, warum ich traurig war. Very good. Sie hat mich gefragt, warum ich traurig war. Very good. Last one again, Neeraj. Die Gäste erzählen mich, war ihr Lieblingsessen ist. The guest told me. Told me present ആണോ? Past. ഇപ്പൊ എങ്ങനെയാ വരിക? Ah. പാസ്റ്റ് ഫോം മെൻഷൻ ചെയ്തില്ല അല്ലെ? എർസേലൻ എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോം ആണ് എർസേൽഡ്. ഓക്കെ, ഡാറ്റീവ് ആണ്. സോ ഒന്നുകൂടെ പറഞ്ഞു. എർസേൽഡ്. അപ്പൊ അത് പാർട്ടിസിപ്സ് വഴി ആക്കിയിട്ടൊന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. Die Gäste haben erzählt mich. Mir erzählt. Mir erzählt. Okay. Mir erzählt, was ihr Lieblingsessen ist. Very good. Die Gäste haben mir erzählt, was ihr Lieblingsessen ist. Very good. Yeah. So നിങ്ങൾ വരുത്തുന്ന രണ്ടുപേരും ഒരേപോലെ വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് പാർട്ടിസിപ്സ് വൈസ്. ഇതിലൊന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പാർട്ടിസിപ്സ് വൈസ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഞാൻ മിക്ക പാർട്ടിസിപ്സ് വൈന്റെ ക്വസ്റ്റ്യൻസിലും ബ്രാക്കറ്റിലും ഞാൻ പാർട്ടിസിപ്സ് വൈ ഫോം ആ വേർബിന്റെ എന്താ പറയാ ഇൻഫിനിറ്റീവ് ഫോമിന്റെ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അപ്പൊ അത് അത്ര ഒന്ന് ആലോചിച്ചാൽ മതി. ഇൻ കേസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സെന്റൻസ് വായിച്ചാൽ
ഇംഗ്ലീഷിലൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഫാസ്റ്റ് ആണോ അതോ ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ഏതെങ്കിലും വരുന്നുണ്ടോ? ഫ്യൂച്ചർ ആണെങ്കിൽ വില്ല് വരും, മൊഡാൽ വേർബ് ആണെങ്കിൽ അവിടെ മൊഡാൽ വേർബ്സ് കാണും. സോ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാം. ഓക്കെ, യാ, ഇത്രയാണ്. ഈ ലാസ്റ്റ് ഒന്നൂടെ പറയോ? Die Gäste haben mir erzählt, was ihr Lieblingsessen ist. Okay? ലാസ്റ്റ് ഗിഫ്റ്റ് വരുന്നുണ്ടോ? എസ് എൻ ഗിഫ്റ്റ് എന്ന് വരുന്നുണ്ടോ? Essen ist ist. വേറെ വില്ലിന് എന്താ പറയണ്ടത്? werden werden. ദേർന്ന് എന്താ പറയുന്നത്? ഒരു മിനിറ്റ്, ഏതായിരുന്നു? ദേർ ഡെയർ എന്നുള്ളതല്ലേ? ദാറ്റ് ഈസ് ഇയർ. Year. ഇയർ. ഇനി അതർ ഡൗട്ട്? വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ക്ലിയർ അല്ലേ? Yeah. Okay, fine. So let's do one speaking activity now. Just wait. Yeah, so the topic is, was haben Sie an Heiligabend gemacht? What is Heiligabend? Yeah, what is Heiligabend? Any idea? Their Heiligabend, that is Christmas Eve ആണ് നമ്മൾ എന്ത് പറയുന്നത്? Heiligabend എന്ന് പറയുന്നത്. Okay, so the question is, was haben Sie an Heiligabend gemacht? എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? എന്തായിരിക്കും അതിന്റെ മീനിങ്? What is gemacht? Yeah. What to What do? have you done on the Christmas Eve? Yeah, what have you done on that Christmas Eve എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. So what you have to do is, ഇത് കുഞ്ഞൊരു പാരഗ്രാഫ് അല്ല, ഒരു 3 to 5 lines on this topic പ്രിപ്പയർ ചെയ്യുക and say about that. Okay? Okay. So സ്റ്റാർട്ട് ചെയ്യണേൽ ഇങ്ങനെ ചെയ്തോളൂ. And Heiligabend dash ഏതായാലും ഹെൽപ്പിംഗ് വേർബ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് പാസ്റ്റിലെ കാര്യം പറയുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ്ലി തന്നെ പറയണം. ഡാഷ് ആ രീതിയിൽ പറയാം. ഓക്കെ, so please prepare. You have 5 minutes.
Okay, shall we begin? Are you ready? Okay, so let's begin. Ja, Arshad, was haben Sie an Heiligabend gemacht? An Heiligabend habe ich Kuchen gegessen und bin ich Urlaub gefahren. Okay. Okay. Now, Neeraj. Highly carbon. Hmm. Yeah, go on. An Heiligabend. Ich habe Carol besucht. Ich hatte einen. One second. An Heiligabend. Habe ich Carol besucht. Habe ich Carol besucht. Ich hatte einen. Carol is Carola. Carola in German. Carola. Rula. Okay. Hmm. Ich hatte einen Pflaumenkuchen. Blaumenküchen. Plum cake എന്ന് Okay. Blaumen. Okay. Plum is Pflaume. Not Blaume. Blaume is Pla. Pflaume. Pflaumenkuchen. Once again, ആ സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞു. Ich hatte einen Pflaumenkuchen. Okay, ich hatte einen Blaumenküchen. Okay. ഇത്രയേ ഉള്ളൂ, രണ്ടുപേരും ഇത്ര പറഞ്ഞുള്ളൂ. I thought you will be saying more than 2-3 lines. Was noch haben Sie gemacht? Yeah, say something. Just casual ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോളൂ. ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കിടന്നുറങ്ങായിരുന്നു. Okay. So you can say that also. Es war Urlaub für mich und habe ich lange geschlafen. Okay? I slept long. ഇതെല്ലാം പറയാം. It's fine. നമ്മുടെ ഓൺലി ഇന്റൻഷൻ എന്താണ്? എനിക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല അറിയണ്ട. I just want to hear things in German. Okay? Yeah. വേറെ വല്ലതുണ്ടെങ്കിൽ you can add on. Und was haben Sie an Heiligabend gegessen? Haben Sie etwas gekocht? Haben Sie etwas gekocht? Yeah, try to speak on anything. എന്നാലേ എക്സ്പ്രഷൻ റെഡി ആവുള്ളൂ. രണ്ടുപേരും മ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. പ്ലീസ് കം ഓൺ, ജോയിൻ. Ich habe Bad gemacht. Ich habe? Bad. What is that? എനിക്ക് ക്ലിയർ ആയില്ല. Bad. Bath. Okay, bath. Okay. Bath gemacht എന്ന് പറയണ്ട. To take bath എന്നുള്ളതിന് ബാഡൻ എന്ന് തന്നെയാണ് പറയാ. ബാഡൻ. പാർട്ടിപ്പിച്ചയും അത് തന്നെയാണോ? അല്ല. ഞാനത് ചാറ്റ് ബോക്സിൽ തരാം. One second. It will be gebaden. മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്? അയാൾ ഉദ്ദേശിച്ചത് I took a bath എന്നാണ്. സോ തോന്നുന്നു gebadet. കുളിച്ചു. Yeah, gebadet. Yeah. ഇങ്ങനെയുള്ള കുഞ്ഞു സെന്റൻസുകൾ മതി. ജസ്റ്റ് നമുക്ക് ജർമ്മനിൽ സംസാരിക്കണം എന്നുള്ള മാത്രമാണ് ഓൺലി ഇന്റൻഷൻ. Ja, und was noch haben Sie gemacht? Und wo sind Sie jetzt, Neeraj? Bist du in Mumbai or Kerala?
Mumbai. Okay. And Arshad? Goes in the... Kerala. Okay. Okay. Anything to add on? നിങ്ങൾക്ക് എന്തെങ്കിലും points ഉണ്ടെങ്കിൽ you can add. Okay, fine. Speaking ഇങ്ങനെയായിരിക്കും. I want you guys to speak at least for 5 minutes. ഏത് ടോപ്പിക് തന്നാലും ഓക്കെ. സോ കുറച്ചും കൂടെ ഇനി ഉപ്പടായി സംസാരിക്കാൻ ട്രൈ ചെയ്യാം. ഇതിൽ ന്യൂ സെന്റൻസ് ആഡ് ചെയ്യുമ്പോ ഇതിന് ഉണ്ട് എന്ന് ഇങ്ങനെ ആഡ് ചെയ്യണോ ഇടയിലിടയില്? ആഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ന്യൂ സെന്റൻസ് ഇതാക്കാം അല്ലെ. ഫോർ എക്സാമ്പിൾ ich habe mein Heiligabend mit meiner Family gemacht എന്ന് പറയാം. എന്നിട്ട് അവരുടെ കൂടെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയാം. Wir haben zusammen gekocht. Okay, we cooked together. And so on. അങ്ങനെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. Ich habe auch Zeit mit meiner Freundin verbringen എന്നൊക്കെ പറയാം. Yeah, many options. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മദർ ടങ്ങിൽ നിങ്ങൾ എങ്ങനെയാണോ പറയാ അതൊന്ന് കുഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. So that's all for today. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ടോക്കിംഗ് അബൌട്ട് നെക്സ്റ്റ് ക്ലാസ്, ഐ തിങ്ക് മൺഡേ നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. മൺഡേ ന്യൂ ഇയർ അല്ലേ. സോ ട്യൂസ്ഡേ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ് ഐ ഗെസ്. So Tuesday ക്ലാസ്സിൽ വിൽ ബി ഹാവിങ് എ സ്മോൾ ക്ലാസ് ടെസ്റ്റ്. ഇതുവരെ കഴിഞ്ഞ എല്ലാ ടോപ്പിക്സും റിവൈസ് ചെയ്ത് വരാം. ഞാൻ ആദ്യം വിചാരിച്ച സഡൻ ടെസ്റ്റ് തരാമെന്നാണ്, പിന്നെ പ്രിപ്പയർ ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. പ്രിപ്പയർ വെൽ. നമ്മൾ ഇതുവരെ കഴിഞ്ഞ ടോപ്പിക്സിൽ ചെറിയൊരു എക്സാം. Okay. ആൻഡ് ഹോംവർക്സ് പെൻഡിങ് ഉള്ളത് അയക്കുക. എനിക്ക് നിങ്ങൾ അത് അയക്കാത്തത് കൊണ്ടാണ് ഞാൻ പുതിയ ഹോംവർക്സ് ഒന്നും അയക്കാത്തത്. സോ അതൊന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. Okay. So that's all for today. We'll be meeting on Tuesday, I guess. Yeah. Till then, cheers. Cheers.